ഹലോ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ റോസ് ഗാർഡനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് എൻട്രി ഫീസ് ഉണ്ട്. അത് മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ്. പിന്നെ എക്സ്ട്രാ നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് 500 രൂപയുമാണ് പറഞ്ഞത്. റോസ് ഗാർഡനിലോട്ട് കയറിയപ്പോൾ തന്നെ പല നിറത്തിലുള്ള റോസുകൾ കണ്ടു. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, വെള്ള, അങ്ങനെ പല കളറിലുള്ള റോസുകളുണ്ടായിരുന്നു ഇവിടെ. റോസുകൾക്ക് പുറമെ തന്നെ അവിടെ നിരവധി ഓർക്കിഡുകൾ, പിന്നെ കാക്ടസ്, ലില്ലി, ഹിബിസ്കസ്, അങ്ങനെ നമുക്ക് ഒരുപാട് പറഞ്ഞാൽ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് പൂക്കളും ചെടികളും പിന്നെ അവിടെ വിൽക്കാനായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടികളൊക്കെ. നമുക്ക് ഓരോ മൂലയിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി ബാക്ക്ഗ്രൗണ്ടുകളായിരുന്നു കേട്ടോ അവിടെ. ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ ചെറിയ പാലങ്ങൾ, അങ്ങനെ നമുക്ക് ഈ റോസ് ഗാർഡനിലൂടെ നടക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. അവിടെ ഒരു ചെറിയ കാഫേ ഉണ്ട്. അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ആ പ്രത്യേക തരം ഒരു കാറ്റിലും കാഴ്ചയിലും ഒക്കെ ചായ കുടിക്കുന്ന ഒരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരുന്നു. മൂന്നാറിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ ഒരിക്കലും റോസ് ഗാർഡൻ മിസ് ചെയ്യരുത്. നല്ല അടിപൊളിയൊരു സ്ഥലമാണ് ഇത്. കാഴ്ചയിലും നമുക്ക് കുറച്ച് നേരം അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു സ്ഥലമാണിത്. ഒരു സ്പെഷ്യലും കൂടിയുണ്ട് ഇവിടെ വിർച്വൽ റിയാലിറ്റി സോൺ ഉണ്ട്. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടുവരാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനി കാണാം. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻ്റ് അറിയിക്കണം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഇനി വരാം. താങ്ക് യു.